أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب زدنا علما نافعا. അൽഹംദുലില്ലാ, അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താല് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ അത് ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തിൽ ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ ഓരോരുത്തരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു തആല നമ്മൾ പറയുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളും ഏറെ നമുക്ക് അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മൾ ഓരോരുത്തരും ഇൽമു പഠിക്കുന്നവരാണ്. നമ്മൾ മുന്നേ പല ക്ലാസ്സുകളിലും ഇൽമു പഠിക്കുന്നവർക്ക് ഉണ്ടാവേണ്ട ഒരുപാട് ഗുണങ്ങളെ കുറിച്ച് പറയാറുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ നിയ്യത്താണ്, അഥവാ ഇഖ്ലാസ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാവുക, അഥവാ ഒരു ഇബാദത്ത് അത് സ്വീകരിക്കണമെങ്കിൽ, അത് ഇബാദത്താകണമെങ്കിലുള്ള നിബന്ധനകളിൽ പെട്ട ഒന്നാണ് ഇഖ്ലാസ്. മറ്റൊന്ന് ഇത്തിബാഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റാന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഇൽമ്, ഏതൊരു ഇൽമ് നേടാണെങ്കിലും അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള നമ്മുടെ നിയത്ത് ഒന്നുകൂടെ എല്ലാവരും ഉറപ്പിക്കുക. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ് സബർ, അഥവാ ക്ഷമ. ഇൽമു പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഉണ്ടാവേണ്ട കാര്യമാണ് എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഇവൻ നമ്മളൊരു പഠനം തുടങ്ങി, അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അത് ഫുള്ളായിട്ട് പഠിക്കാൻ കഴിയണം, അല്ലെങ്കിൽ എനിക്ക് എല്ലാം മനസ്സിലാകണം, അത് ഫുള്ളായിട്ട് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ ചിലപ്പം പ്രാക്ടിക്കൽ ആയിക്കൊള്ളണം എന്നില്ല. അവിടെ ക്ഷമ വേണം. മെല്ലെ മെല്ലെ നമുക്ക് പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അല്ലാഹു തആല എളുപ്പമാക്കി തരും. പക്ഷെ അവിടെ സബർ വേണം. ഒരു കാര്യം പഠിക്കാൻ തുടങ്ങി അപ്പം തന്നെ അത് ഫുള്ളും എനിക്ക് ഇന്ന് തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചാലും നടക്കുന്നതല്ല. എല്ലാത്തിലും, എല്ലാ മേഖലയിലും. ഇനി നമ്മുടെ ലൈഫിലേക്ക് വരാണെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കും. അപ്പൊ അവിടെയും നമുക്ക് എന്തുണ്ടാവണം? സബർ ഉണ്ടാവണം. അപ്പൊ ക്ഷമ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അമലിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം. ആഴ്ചയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ ദിവസവും, ഇനി ചില ദിവസങ്ങൾ മാത്രം, അങ്ങനെ പല ദിവസങ്ങളായിട്ട് ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും ഇവിടെ. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്നത് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുന്നു, മറുഭാഗത്ത് നിന്ന് നമ്മുടെ ലൈഫ് നമ്മൾ അതേ രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്നു എന്നതാവാതെ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും, അത് എന്ത് പഠനമായിക്കോട്ടെ, ഖുർആൻ പാരായണത്തിൻ്റെതായിക്കോട്ടെ, നിയമങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ അതിന്റെ തഫ്സീർ ആയിക്കോട്ടെ, അതിൽ തദബ്ബുർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്താണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും അത് അമലിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിനെ ആഗ്രഹിക്കുക. അള്ളാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് തജ്വീദ് എന്താണ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 5 മഖ്റജുകൾ ഉണ്ടെന്നും ആ 5 മഖ്റജുകളെ നമ്മൾ 5 വീടുകളായി കണക്കാക്കി. അതിൽ ഒന്നാമത്തെ വീടായിട്ട് അൽ ജൗഫിനെ പറഞ്ഞു. ജൗഫിൽ നിന്നും 3 അക്ഷരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല. ഒരു ഏകദേശമായ ഒരു മുഖദ്ദറായ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അലിഫ് മദ്ദിയ, വാവ് മദ്ദിയ, യാ മദ്ദിയ ആണെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ വീടായിട്ട് നമ്മൾ കണ്ടത് അൽ ഹൽഖാണ്, അഥവാ തൊണ്ടയാണ്. അവിടുന്ന് 3 റൂമുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ 3 ഫ്ലോർ ഉണ്ട്. അവിടെ 3 റൂമിലും ഓരോ റൂമിലും എന്താണ് 2 വീതം അക്ഷരങ്ങൾ വരുന്നുണ്ട്. മൊത്തം 6 അക്ഷരങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതിൽ ഒന്നാമത്തെ ഫ്ലോറിൽ നിന്ന്, അഥവാ ഏറ്റവും താഴത്തെ തട്ടിൽ നിന്നുള്ള, അഥവാ അഖ്സൽ ഹൽഖ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും വരുന്ന ഹംസ, ഹ എന്നുള്ള 2 അക്ഷരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിന്റെ സൗണ്ടിനെ കുറിച്ചും അതിന്റെ സിഫത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഹംസ എന്നുള്ള അക്ഷരം എന്താണ്? എയർ പുറത്തേക്ക് വരില്ല, അഥവാ ജഹറാണ് എന്നും. ഹ എന്നുള്ള അക്ഷരം എയർ പുറത്തേക്ക് വരും, അഥവാ അതിന് ഹംസ് എന്നും പറയുന്നു. അതുപോലെ തന്നെ സൗണ്ടിന്റെ ഫ്ലോ അനുസരിച്ച്, അഥവാ ശബ്ദ സഞ്ചാരം അനുസരിച്ചിട്ട് ഹംസ എന്നുള്ള അക്ഷരം ഷിദ്ദയുടെ അക്ഷരാണെന്നും സൗണ്ട് പുറത്തേക്ക് പോകില്ല, അവിടെ തടസ്സപ്പെടും എന്നുള്ളതും. ഹ എന്നുള്ളത് സൗണ്ട് നന്നായി പുറത്തേക്ക് പോകും, റഹാവയുടെ ലെറ്ററാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ സിഫത്തുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിഫാത്തുൽ ഹുറൂഫ് എന്ന് പറയുന്നത് മൊത്തം 18 സിഫാത്തുകളാണ്. അതില് ഈ സിഫത്ത് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് ഓപ്പോസിറ്റ് ഉള്ളതും മറ്റൊന്ന് ഓപ്പോസിറ്റ് ഇല്ലാത്തതും, അഥവാ വിപരീതമുള്ളതും വിപരീതമില്ലാത്തതുമായ സിഫത്തുകൾ.
അതിൽ വിപരീതമുള്ള സിഫത്തുകൾ 5 ഗ്രൂപ്പുകളാണെന്നും മൊത്തം അതിൽ 11 എണ്ണാണ് ഉള്ളത്. ഒരു ഗ്രൂപ്പിൽ 3 സെറ്റ് വരുന്നുണ്ട്, ബാക്കി എല്ലാ ഗ്രൂപ്പിലും 2 വീതം, അങ്ങനെ 11ഉം ഓപ്പോസിറ്റ് ഇല്ലാത്തത് 7 എണ്ണവുമാണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അൽ ഹൽഖിലെ രണ്ടാമത്തെ റൂമിലേക്ക് അഥവാ രണ്ടാമത്തെ ഫ്ലോറിലേക്കാണ് പോകുന്നത്, അഥവാ അൽ വസതുൽ ഹൽഖ്. അഫ്വാൻ ഇവിടെ എന്താണ് PPT-യിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ലോവർ ത്രോട്ട് അല്ല, മിഡിൽ ഓഫ് ദ ത്രോട്ട് ആണ്. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ PDF അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതിന് കൂടുതൽ എന്താക്കേണ്ടതില്ല, ഫോക്കസ് ചെയ്യേണ്ടതില്ല. പറയുന്നത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ചില മിസ്റ്റേക്സ് ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്തതിൽ മിസ്റ്റേക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ സൂചിപ്പിക്കാം. അതെന്താ അതിലങ്ങനെ ഇത് ഇങ്ങനെയല്ലേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇൻഷാ അല്ലാഹ് കൂടുതലും കേട്ടിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ റൂമായ അൽ വസതുൽ ഹൽഖ് അഥവാ തൊണ്ടയുടെ മിഡിൽ ഭാഗം, ഇവിടുന്ന് വരുന്ന 2 അക്ഷരങ്ങളാണ്. ഒന്നാമത്തത് അൽ ഐൻ, മറ്റൊന്ന് ഹ അഥവാ ഐനും ഹായും. ഈ 2 അക്ഷരങ്ങളാണ് എന്ത് തൊണ്ടയുടെ മിഡിൽ ഭാഗത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരക്ഷരം അതല്ലെങ്കിൽ ഒരു സൗണ്ട് ഉണ്ടാകുന്നത് 4 മെക്കാനിസത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നെങ്കിൽ 2 കാര്യങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കും, അതല്ലെങ്കിൽ എന്താണ് സ്ട്രോങ് ബോണ്ടുള്ള എന്തെങ്കിലും സെപ്പറേറ്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ലെറ്റേഴ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അഥവാ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. ലെറ്റർ ഐനിന്റെ കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എന്താ പറയാ, ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഫുഡ് പൈപ്പിലേക്കും അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുമ്പോൾ അത് വിൻഡ് പൈപ്പിലേക്കും, അങ്ങനെ രണ്ടിനെയും വേർതിരിക്കുന്ന ആ ഒരു പാർട്ടാണ് ഈ എപ്പിഗ്ലോട്ടിസ് എന്നുള്ളത്. ഇത് അങ്ങോട്ടേക്ക് ക്ലോസ് ആവും, അത് ഇങ്ങോട്ടേക്കാവും എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഞാൻ കൂടുതൽ സയൻസിലേക്ക് പോകുന്നില്ല. അപ്പം ഐന് പറയുമ്പം എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ തൊണ്ടയുടെ നടുഭാഗം അഥവാ ഈ എപ്പിഗ്ലോട്ടിസിന്റെ ഭാഗം എന്താകും, ആ തൊണ്ടയുടെ ആ ബാക്കോട്ടേക്കുള്ള സൈഡിലേക്ക് എന്താവും, അങ്ങോട്ടേക്ക് പുഷ് ചെയ്യും, അങ്ങോട്ടേക്ക് പോകും. അവിടെ എന്തുണ്ടാവും, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് നോക്കാം. ഐന് പറയുമ്പോൾ അഥവാ എന്താണ് സംഭവിക്കുന്നത്, ഈ എപ്പിഗ്ലോട്ടിസ് എന്നുള്ള ഒരു പാർട്ട് ഇതാണ് നമ്മുടെ ത്രോട്ടിലെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഇതിന്റെ മലയാളം എന്താണെന്ന് എനിക്ക് അറിയില്ല. ലിസാനുൽ മിസ്മർ എന്നാണ് അറബിയിൽ പറയാ. ഈ ഒരു ഭാഗം എന്താവും, പിന്നോട്ടേക്ക് പുറകിലേക്ക് പോകും, അത് പുഷ് ചെയ്യും. അഥവാ നമ്മുടെ തൊണ്ടയുടെ ആ ഭാഗത്തേക്ക് എന്താകും, അത് പുഷ് ചെയ്യും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ഐനിന്റെ സൗണ്ട് ഉണ്ടാവുന്നത്. അവിടെ എന്തുണ്ടാവും, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. വലുതായിട്ടൊന്നും ഗ്യാപ്പ് ഉണ്ടാവില്ല, എന്നാൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് നോക്കാം ഒന്നുകൂടെ. ഇവിടെ ഈ ഒരു വൈഫൈയുടെ മാർക്ക് വരുന്ന ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ആ എപ്പിഗ്ലോട്ടിസ് എന്താവുന്നത് പുറകിലേക്ക് പോവാണ്, എന്നാൽ അവിടെ എന്തെന്ത് ചെറിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റും. അവിടെ നിന്നാണ് ഐനിന്റെ സൗണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരക്ഷരത്തിന്റെ മഖ്റജ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. ആ ലെറ്ററിന് സുക്കൂന് കൊടുക്കും. തൊട്ട് മുമ്പ് എന്തായിരിക്കും, ഏതെങ്കിലും ഹർക്കത്തുള്ള ലെറ്റർ. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ഹംസ ഫത്ഹ കൊടുക്കാം. നമ്മൾ അങ്ങനെ ഉച്ചരിക്കുകയാണെങ്കിൽ എങ്ങനെ, ഇപ്പൊ നമ്മള് മുന്നേ ഹംസ ഹ എന്നുള്ള 2 അക്ഷരങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പം ഹംസ സുക്കൂനിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹംസ എങ്ങനെയാണ് പറയുന്നത്, ഓക്കെ. അഥവാ എയർ പാസേജ് ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെ നമ്മൾ കൈ മുന്നിൽ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എയർ പോകുന്നില്ല. ഇനി ഹ ആണെങ്കിൽ എന്താവുന്നുണ്ട്, എയർ പുറത്തു പോകുന്നുണ്ട്. ഇനി ഐനിന്റെ കാര്യത്തിൽ നമ്മൾ അതുപോലെ നോക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ എയർ പുറത്തേക്ക് പോകുന്നുണ്ടോ, ഇല്ല അല്ലെ. ഹംസ പോലെ തന്നെ ഐനും എന്താവുന്നില്ല, എയർ പുറത്തേക്ക് പോകുന്നില്ല. അപ്പം കാറ്റ് പുറത്തേക്ക് പോവാത്തത് കൊണ്ട് തന്നെയും ഐനും എന്തിന്റെ അക്ഷരമായിരിക്കും, ജഹറിന്റെ അക്ഷരമായിരിക്കും. അഥവാ ഐൻ ഉച്ചരിക്കുമ്പോൾ എന്താവേണ്ടതില്ല, എയർ പുറത്തേക്ക് പോകേണ്ടതില്ല. 3 ലെറ്റേഴ്സും പറഞ്ഞു നോക്കാം.
ആ. ഓക്കെ, അപ്പൊ എന്തില്ല, എയർ പുറത്തേക്ക് പോകുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഐൻ എന്താണ്, ജഹറിന്റെ അക്ഷരാണ്. ഇനി ഐനിലേക്ക് തന്നെ വരാണെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലാണ് സിഫത്തുകൾ പഠിച്ചത്. ഒന്നാമത്തത് വായു സഞ്ചാരം അഥവാ എയർ പാസേജ്. എന്നാൽ സൗണ്ട് ഫ്ലോ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഐനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കതും പറഞ്ഞു നോക്കാം. ഹംസ സുക്കൂൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ കട്ടാവുന്നുണ്ട് അല്ലെ. എന്നാൽ ഹ പറയുമ്പോൾ നല്ല ഫ്ലോ ആയിട്ട് പോകുന്നുണ്ട്. അടുത്തത് ഐനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഹംസ പറയുന്നത് പോലെ കട്ടാവുന്നില്ല, എന്നാൽ ഹ പറയുന്ന പോലെ അത്ര ഫ്ലോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ, അതും അവിടെ നടക്കുന്നില്ല. രണ്ടിന്റെയും മിഡിൽ ആയിട്ടുള്ളതാണ് വരുന്നത്. അഥവാ ഹംസ പറയുമ്പോൾ കംപ്ലീറ്റ്ലി സൗണ്ട് അവിടെ കട്ടാവാണ് അല്ലെ, അവിടെ ഫ്ലോ ചെയ്യുന്നില്ല, ഒഴുകുന്നില്ല, അവിടെ മുറിഞ്ഞു പോവാണ്. എന്നാ ഹ പറയുമ്പോഴോ എന്ന് പറഞ്ഞിട്ട് എന്താകും, അതങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത് ഫ്ലോ ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ ഐന് പറയുമ്പോഴോ അവിടെ ഒരു കുടുക്കുണ്ട്, എന്നാൽ ഹംസ പോലെ എന്താവണില്ല, കട്ടാവണമില്ല. അപ്പം ഇതിന് പറയുന്ന പേരാണ് തവസ്സുത്ത്, അതല്ലെങ്കിൽ ബൈനിയ എന്ന് പറയും. നമ്മള് 11 സിഫാത്ത് അഥവാ 5 ഗ്രൂപ്പിൽ 11 സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ഒരു ഗ്രൂപ്പിൽ 3 ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു ഗ്രൂപ്പിലാണ് 3 വരുന്നത്. അഥവാ സൗണ്ട് ഫ്ലോനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്, ശബ്ദ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരുന്നതാണ് ഈ 3. അതിൽ ഒന്നാമത്തേതായിട്ടുള്ളത് അഷിദ്ദ നമ്മൾ മനസ്സിലാക്കി. അത് ഹംസയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ സൗണ്ട് എന്താവണില്ല, ഒഴുകണില്ല. രണ്ടാമത്തെ കാര്യമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി റഹാവ, അഥവാ അത് ഹാല് നമ്മൾ പറഞ്ഞു, സൗണ്ട് നന്നായിട്ട് ഒഴുകും. എന്നാൽ ഇത് രണ്ടും അല്ലാതെ ഇതിന്റെ നടുവിൽ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, അതാണ് തവസ്സുത്ത് അഥവാ മോഡറേറ്റ് ആയിട്ട്. ഭയങ്കരമായിട്ട് സൗണ്ട് ഒഴുകണില്ല, എന്നാൽ എന്താവണില്ല, സൗണ്ട് അവിടെ മുറിഞ്ഞു പോണില്ല, കട്ടാവണില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് എന്താണ്, ഒരു നോർമൽ ആയിട്ട്, ഒരു മോഡറേറ്റ് ആയിട്ട്, നടുവിലായിട്ട്, മിഡിലായിട്ട് പോകുന്നതാണ് തവസ്സുത്ത്, അതല്ലെങ്കിൽ ബൈനിയ എന്ന് പറയും. അപ്പൊ ലെറ്റർ ഐന് നോക്കുകയാണെങ്കിൽ ഐനിന്റെ സിഫ എന്തൊക്കെയാണ് വരുന്നത്, ഐന് എയറിന്റെ പാസേജ് നോക്കുകയാണെങ്കിൽ, കാറ്റ് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഐന് എന്താണ്, കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ജഹറിന്റെ ലെറ്റർ ആണ് അല്ലെ. എന്നാൽ സൗണ്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഐന് എന്താണ്, തവസ്സുത്തിന്റെ ലെറ്റർ ആണ്. അഥവാ സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് പോകുന്നുമില്ല, എന്നാൽ അവിടെ പിടിച്ചു വെക്കുന്നുമില്ല. രണ്ടിന്റെയും ഇടയിൽ. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം. ഹംസ സുക്കൂൻ ഹംസ ഫത്ഹ ഇട്ടിട്ട് പറയുകയാണെങ്കിൽ അവിടെ മുറിഞ്ഞു സൗണ്ട്. ഹ ആണെങ്കിൽ സൗണ്ട് പോകുന്നുണ്ട്. ഐനാകുമ്പോൾ മൂന്നിലും വ്യത്യാസമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഐൻ എന്നുള്ള ലെറ്റർ നമ്മൾ പറഞ്ഞു തൊണ്ടയുടെ മിഡിൽ നിന്നാണ് വരുന്നത്. അത് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, ആ മിഡിലുള്ള എപ്പിഗ്ലോട്ടിസ് അതിന്റെ നേരെ ബാക്കിലുള്ള ആ ഒരു വോൾ ഓഫ് തൊണ്ടയുടെ ആ ഒരു ഭാഗത്തേക്ക് പുഷ് ചെയ്യും. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അത് ചെറിയൊരു ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ, ഒരു നാരോ സ്പേസ് ആയതുകൊണ്ടാണ് സൗണ്ടിന് അങ്ങനെ വേഗത്തിൽ പുറത്തേക്ക് പോകാനുള്ള ഒരു ഫ്ലോയിൽ പോകാനുള്ള ഒരു സ്പേസ് ഇല്ല അവിടെ. അതുകൊണ്ടാണ് ഐൻ എന്താവുന്നത്, തവസ്സുത്തിന്റെ ലെറ്റർ ആവുന്നത്. ഓക്കെ, അടുത്ത അക്ഷരം അഥവാ നമ്മള് പറഞ്ഞു ഈ ഹൽക്ക് അഥവാ തൊണ്ടയുടെ ഈ മിഡിൽ പാർട്ടിൽ നിന്ന് 2 ലെറ്റേഴ്സ് വരുന്നുണ്ട്. അത് ഒന്നാമത്തെ അക്ഷരം ഐനാണ് അല്ലെ. ഐന് എന്താണ്, ജഹറിന്റെ അക്ഷരാണ്, അതുപോലെ തന്നെ തവസ്സുത്തിന്റെ അക്ഷരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അടുത്ത അക്ഷരമായ എന്നുള്ളതും എന്താണ്, തൊണ്ടയുടെ മിഡിൽ പാർട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഈ എപ്പിഗ്ലോട്ടിസ് എന്താകും, ബാക്കോട്ടേക്ക്, ഐൻ എങ്ങനെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ ബാക്കോട്ടേക്ക് പുഷ് ചെയ്യും. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാല് ഐനിനേക്കാളും എന്തുണ്ടാവും, ഹ പറയുമ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടാവും. ഐനിന് ചെറിയൊരു ഗ്യാപ്പ് ആണെങ്കിൽ ഹ പറയുമ്പോൾ എന്താണ്, അവിടെ ഒന്നുകൂടെ ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് ഈ വീഡിയോ നോക്കാം. അഥവാ ഐന് പറയുമ്പോൾ വളരെ ചെറിയൊരു സ്പേസ് ആണെങ്കിൽ ഹ പറയുമ്പോൾ എന്താണ്, അതിനേക്കാളും സ്പേസ് കൂടുതലായിരിക്കും. അതാണ് ഐനും ഹായും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇതിന്റെ സിഫത്തിലേക്ക് പോവാണെങ്കിൽ നമുക്ക് നോക്കാം എയർ പാസേജ് ഉണ്ടോ. നമ്മുടെ കൈ
നമ്മുടെ വായുടെ മുമ്പിൽ വെച്ച് നോക്കുക, എന്നിട്ട് പറഞ്ഞു നോക്കുക ഹാക്ക് സുക്കൂൻ ഇട്ടിട്ട്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ നന്നായിട്ട് എയർ പോകുന്ന ലെറ്ററാണ്. അപ്പം എന്താണ് ഹ എന്നുള്ള ലെറ്റർ ഹംസിന്റെ അക്ഷരമാണ്. എയറിന്റെ പാസേജ് നോക്കുകയാണെങ്കിൽ ഹ എന്നുള്ള ലെറ്റർ ഹംസിന്റെ ലെറ്ററാണ്. നന്നായിട്ട് എയർ പുറത്തേക്ക് പോകും. ഇനി സൗണ്ട് ഫ്ലോ നോക്കുകയാണെങ്കിലോ നമ്മൾ പറഞ്ഞു നോക്കുക അഹ്, 4 അക്ഷരങ്ങളും പറഞ്ഞു നോക്കുക എന്താണ് അയിന് പോലെ അവിടെ പിടിച്ചു വെക്കുന്നുണ്ടോ? അഥവാ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാ ഹംസ പോലെ അവിടെ മുറിഞ്ഞു പോകുന്നുണ്ടോ സൗണ്ട്? അതും നടക്കണില്ല അല്ലെ. അപ്പൊ എന്താണ് ഹ പോലെ തന്നെ നന്നായിട്ട് സൗണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. സൗണ്ടും നന്നായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്, അതേപോലെ തന്നെ എയറും പുറത്തേക്ക് പോകുന്നുണ്ട്. 4 ലെറ്റേഴ്സും തമ്മിലുള്ള ഓരോ ഡിഫറൻസും മനസ്സിലാക്കുക. അഥവാ ഇപ്പൊ ഹംസയുടെ കാര്യത്തിൽ നമ്മൾ വരാണെങ്കിൽ ഹംസ എന്താണ് എയർ പുറത്തേക്ക് പോകില്ല, അതുപോലെ തന്നെ സൗണ്ടും പുറത്തേക്ക് പോകില്ല, അവിടെ മുറിഞ്ഞു പോകും. ഹംസിന്റെ ജഹറിന്റെയും ഷിദ്ദയുടെ അക്ഷരമാണ്. തൊണ്ടയുടെ താഴെ ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരം അക്സൽ ഹലഖ് എന്ന് വരുന്ന അക്ഷരം. ഇനി ഹായിക്ക് വരാണെങ്കിൽ ഹായും എന്താണ് അക്സൽ ഹലഖ് അഥവാ അതേ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. പക്ഷെ ഈ ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന ഈ ഹംസയും ഹായും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലെ. സൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് ആണ്, മറ്റൊന്ന് ഹ ആണ്. അപ്പൊ ഈ സൗണ്ടിലുള്ള വ്യത്യാസമാണ് ഇതിന്റെ ഈ സിഫ കൊണ്ടുള്ള വ്യത്യാസം. ഇപ്പം ഹംസ ജഹറിന്റെ അക്ഷരാണെങ്കിൽ ഹ നേരെ ഓപ്പോസിറ്റ് ആയ ഹംസിന്റെ അക്ഷരമാണ്. എന്നാൽ ഹംസ ഷിദ്ദയുടെ അക്ഷരാണെങ്കിൽ ഹ നേരെ ഓപ്പോസിറ്റ് ആയ എന്താണ് റഹാവയുടെ അക്ഷരാണ്. അപ്പം ഈ 2 കാര്യത്തിലുള്ള വ്യത്യാസമാണ് ഈ 2 അക്ഷരങ്ങളുടെ സൗണ്ടിലുള്ള വ്യത്യാസം. അതേപോലെ തന്നെയാണ് ഇവിടെ ഐനും ഹായും, രണ്ടും ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന അക്ഷരമാണ്. തൊണ്ടയുടെ മിഡിൽ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ്. ആ എപ്പിഗ്ലോട്ടിസ് ബാക്കോട്ടേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതിൽ ഐന് പറയുമ്പോൾ ചെറിയ ഗ്യാപ്പാണ്, ഹ പറയുമ്പോൾ നല്ല ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ രണ്ടും ഒരേ സ്ഥലത്ത് നിന്നാണ്. എന്നാൽ ഈ 2 അക്ഷരത്തെയും വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ്? അതിന്റെ സിഫാത്താണ്. അഥവാ ഐനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ഐൻ എന്ന് പറയുമ്പോൾ എന്തില്ല, സൗണ്ട് ഭയങ്കരമായി പുറത്തേക്ക് ഒഴുകുന്നുമില്ല, എന്നാൽ അവിടെ കട്ട് ചെയ്യണമില്ല, പകരം രണ്ടിന്റെ നടുവിലായിട്ട് തവസ്സുപ്പാണ്. ഇനി എയർ ആണെങ്കിലോ എയർ എന്താണില്ല, പുറത്തേക്ക് പോകുന്നില്ല, അവിടെ എയർ പാസേജ് ഇല്ല, അതുകൊണ്ട് തന്നെ ജഹറിന്റെ അക്ഷരം. എന്നാൽ അതേ സ്ഥലത്ത് നിന്ന് വരുന്ന ഹ ആണെങ്കിലോ ഹ സൗണ്ട് നന്നായി പുറത്തേക്ക് പോകുന്നുണ്ട്, അതേപോലെ തന്നെ എയറും പുറത്തേക്ക് പോകുന്നുണ്ട്. അതാണ് ഈ 2 അക്ഷരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കാം, എയർ പാസേജ് നോക്കുകയാണെങ്കിൽ ഹംസ ജഹറിന്റെ അക്ഷരാണ്, ഹ ഹംസിന്റെ അക്ഷരാണ്. ഐൻ ജഹറിന്റെ അക്ഷരാണ്, ഹ ഹംസിന്റെ അക്ഷരാണ്. ഓക്കെ. അഥവാ ജഹർ എന്ന് പറഞ്ഞാൽ എയർ പുറത്തേക്ക് പോയില്ല, ഹംസ് എന്ന് പറഞ്ഞാൽ എയർ പുറത്തേക്ക് പോകും. ഓക്കെ. നമ്മൾ പറഞ്ഞു നോക്കാം 4 അക്ഷരം പറയുന്നതിൽ ഏത് അക്ഷരങ്ങൾ പറയുമ്പോഴാണ് എയർ വരുന്നത്? ഇനി നമ്മൾ 4ഉം പറയുമ്പോൾ എയർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ പറയുന്നത് ശരിയല്ല. ഇനി 4ഉം പറയുമ്പോൾ എയർ വരുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറയുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഹംസ പറയുമ്പോൾ എയർ ഉണ്ടാവില്ല, ഹ പറയുമ്പോൾ എയർ ഉണ്ടാവും, ഐന് പറയുമ്പോൾ എയർ ഉണ്ടാവില്ല, ഹ പറയുമ്പോൾ എയർ ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സൗണ്ട് ഫ്ലോന്റെ ഇതിലാണെങ്കിൽ ഹംസ എന്താണ് ഷിദ്ദയുടെ ലെറ്ററാണ്, അഥവാ സൗണ്ട് അവിടെ പോണില്ല. ഹ റഹാവയുടെ ലെറ്റർ നന്നായിട്ട് ഫ്ലോ ചെയ്യും. ഇനി ഐനിലേക്ക് വരുമ്പോൾ എന്താണ്, ഇതിന്റെ രണ്ടിനും നടുവിലാണ്, മിഡിലാണ്, ഓവറായിട്ട് ഫ്ലോ ചെയ്യണില്ല, എന്നാൽ അവിടെ മുറിഞ്ഞു പോകണില്ല. ഇനി ഹാലേക്ക് വരാണെങ്കിൽ ഹ പറഞ്ഞ പോലെ തന്നെയാണ്, ഹായും നന്നായിട്ട് ഫ്ലോ ചെയ്യും. അവിടെ നമ്മൾ എന്താക്കാം, പറഞ്ഞു നോക്കാം, നമ്മുടെ പറയുന്നതിൽ നമ്മൾ കേട്ട് നോക്കാം. അവിടെ മുറിഞ്ഞു പോവാണ് അല്ലെ. എന്താ ഉണ്ട്, നന്നായിട്ട് ഒഴുകുണ്ട്. ഹ പറഞ്ഞ അത്ര ഫ്ലോ ഇല്ല, എന്നാൽ ഹംസനെ പോലെ മുറിഞ്ഞു പോണില്ല. ഹ പോലെ തന്നെ എന്താവുന്നുണ്ട്, നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മള് അൽ ഹൽഖ് എന്നുള്ള റൂമില് അഥവാ വീടിന്റെ 1ാമത്തെ ഫ്ലോറിലെ അഥവാ അക്സൽ ഹൽഖിൽ നിന്നുള്ള 2 അക്ഷരങ്ങളെ പഠിച്ചു. ഒന്ന് ഹംസ, മറ്റൊന്ന് ഹ. 2ാമത്തെ ഫ്ലോർ ആയിട്ടുള്ള വശത്തുൽ ഹൽഖ്, അവിടെ നിന്നുള്ള 2 അക്ഷരങ്ങളെ നമ്മൾ മനസ്സിലാക്കി, ഐൻ ഹ. അപ്പം തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങളിൽ നിന്നും 4 നമ്മൾ പഠിച്ചു. അതില് ആദ്യത്തെ 2 മഖ്റജ് ഖാസുകൾ നമ്മൾ പഠിച്ചു. അഥവാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മഖ്റജ് ആം, 5 പ്രധാനപ്പെട്ട മഖ്റജുകൾ. അതാണ് അൽ ജൗഫ്, അൽ ഹൽഖ്, അൽ ലിസാൻ, അൽ ഷഫതൻ, അൽ ഖൈശു. ഈ 5 പ്രധാന മഖ്റജുകളിൽ നിന്നായിട്ട് എന്ത് വരുന്നുണ്ട്, 17 പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ അക്ഷരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എത്ര അക്ഷരങ്ങളാണ് വരുന്നത്? 29 അക്ഷരങ്ങളാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ 1ാമത്തേതായിട്ട് നമ്മൾ അൽ ജൗഫ് പഠിച്ചു. അവിടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേക
സ്ഥലങ്ങളൊന്നുമില്ല. ആ അൽ ജൗഫ് തന്നെയാണ് എന്ത്, അവിടുന്ന് തന്നെയാണ് അലിഫ് മദ്ദിയ, ഓ മദ്ദിയ, യാ മദ്ദിയ വരുന്നത് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ പ്രധാന മഖ്റജ് ആയിട്ടുള്ള അൽ ഹൽഖ് നമ്മൾ മനസ്സിലാക്കി. അവിടെ 3 റൂം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. അഥവാ 3 മഖ്റജ് ഖാസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മഖ്റജ് ഖാസിൽ നിന്നും വരുന്ന, ഒന്നാമത്തെ പ്രത്യേക മഖ്റജിൽ നിന്നും വരുന്നതാണ് ഹംസ ഹ. അതാണ് അഖ്സൽ ഹൽഖ്, തൊണ്ടയുടെ അങ്ങേയറ്റം. രണ്ടാമത്തെ പ്രധാന മഖ്റജിൽ നിന്നും വരുന്നതാണ്, പ്രത്യേക മഖ്റജിൽ നിന്ന് വരുന്നതാണ്, അഥവാ മഖ്റജ് ഖാസിൽ നിന്നും വരുന്നതാണ്, രണ്ടാമത്തെ റൂമിൽ നിന്നും വരുന്നതാണ് ഐൻ ഹ. ഈ രണ്ടക്ഷരങ്ങളും, അഥവാ വസത്തുൽ ഹൽഖ്, തൊണ്ടയുടെ മിഡിൽ പാർട്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ് അദ്നൽ ഹൽഖ്, അഥവാ അൽ ഹൽഖിലെ അവസാനത്തെ ഫ്ലോറിലെ അവസാനത്തെ റൂമിലെ അക്ഷരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതെന്താണ്? അദ്നൽ ഹൽഖ് അഥവാ അപ്പർ ത്രോട്ട്, തൊണ്ടയുടെ ഏറ്റവും മുകളിലെ ഭാഗം, ഇങ്ങേയറ്റം, അഥവാ നാവുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത്? അദ്നൽ ഹൽഖ്. ഇവിടുന്ന് വരുന്ന രണ്ടക്ഷരങ്ങളാണ്, ഒന്ന് ഗൈൻ, മറ്റൊന്ന് ഖ. ഓക്കെ, ഗൈൻ ഖ. ഇപ്പൊ നമ്മള് ഈ രണ്ടക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു, ഹംസ ഹ എന്നുള്ള അക്ഷരങ്ങൾ എവിടെ കണക്റ്റഡ് ആണ്? വോക്കൽ കോഡായിട്ട് കണക്റ്റഡ് ആണ്. ഐൻ ഹ എന്നുള്ള അക്ഷരങ്ങൾ എവിടെ കണക്റ്റഡ് ആണ്? എപ്പിഗ്ലോട്ടിസ് ആയിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഗൈൻ ഖ എന്നുള്ളത് എവിടെയാണ് കണക്റ്റഡ്? യൂല എന്ന് പറയും. അഥവാ നമ്മുടെ തൊണ്ട നമ്മൾ വായ തുറന്നാല് ആ ഒരു ഏറ്റവും ലാസ്റ്റ് ഉള്ള ഒരു ചെറിയൊരു തൂങ്ങി നിൽക്കുന്ന ഒരു സംഭവം അത് കാണാൻ പറ്റും. അവിടെ കണക്റ്റഡ് ആണ് എന്ത്? ഗൈൻ ഖ. അപ്പൊ അതിൽ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഗൈൻ നമുക്ക് നോക്കാം. അത് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ നാവിന്റെ റൂട്ട്. നമ്മള് ഇപ്പോ പാർട്സ് പറഞ്ഞപ്പോൾ അവിടെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജദറുൽ ലിസാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നാവിന്റെ റൂട്ട്. അഥവാ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല, കാരണം നാവിന്റെ നമ്മൾ കാണുന്ന ഭാഗത്തുള്ളതല്ല അത്, അത് റൂട്ടാണ്. ഇപ്പൊ ഇവിടെ ഒരു സൈഡിൽ നിന്നുള്ള ഒരു പൊസിഷൻ കാണുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ പ്രത്യക്ഷത്തിൽ നാവ് നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ വരെ കാണുള്ളൂ? നമ്മുടെ നാവിന്റെ ഇവിടെ വരെ കാണുള്ളൂ. ഈ ഭാഗം എന്താണ്? അതിന്റെ റൂട്ടാണ്, അത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം. അപ്പം നാവിന്റെ ആ റൂട്ടായിട്ടുള്ള ഭാഗം, അഥവാ അത് തൊണ്ടയുടെ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. ആ ഭാഗം എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? അതിന്റെ ബാക്കിലുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊണ്ടവേദന എടുക്കുമ്പോൾ ഉപ്പുവെള്ളം കവളാറുണ്ട് അല്ലെ, എന്ന് പറഞ്ഞിട്ട് കവളാറുണ്ട്. ആ ഒരു പോർഷൻ തന്നെയാണ് ഗൈന് വരുന്നത്. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ല നമ്മൾ അങ്ങനെ ആ അക്ഷരത്തെ കാണരുത്. ഓക്കെ, അപ്പം അവിടെ നിന്നാണ് എന്ത് വരുന്നത്? ഗൈന് വരുന്നത്. നമുക്ക് വീഡിയോ നോക്കാം. مفتوح أو 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 جربوا هكذا أو غير المغضوب. അഥവാ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ, ഈ 6 അക്ഷരങ്ങളും തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ്. അപ്പൊ ഇത് നമ്മൾ പറയുന്നതിലൂടെ നാവിന് പ്രത്യേകിച്ച് എന്തില്ല, മൂവ്മെന്റും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, അതെന്താണ്? അത് നോർമൽ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഉണ്ടാവും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്? ആ ഒരു പോർഷൻ ഇപ്പൊ ഇവിടെ നാവിന്റെ റൂട്ടാണ് പറയുന്നത്, ഈ ഒരു പോർഷൻ അതെന്താവും? അവിടെ ഒരു സോഫ്റ്റ് പാലറ്റിൽ ടച്ച് ചെയ്തിട്ടാണ് പറയാ. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ അക്ഷരത്തിന്റെ ഒരു സ്ലിഫ എന്നുള്ള രീതിയിൽ നോക്കാം. മറ്റക്ഷരത്തിൽ നിന്നും ഇതിന്റെ അക്ഷരം, ഇപ്പം നമ്മള് ഹംസ ഹ ഐൻ ഹ പഠിച്ചു. അപ്പം അതിൽ നിന്ന് ഈ ലെറ്റർ എന്താണ് വ്യത്യസ്തപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം ഗൈന് പറയുമ്പോൾ നമുക്ക് എയർ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ നമ്മൾ പറഞ്ഞു നോക്കാം. ഗൈന് സുക്കൂൻ കൊടുത്തിട്ട് തൊട്ട് മുമ്പ് ഹംസ ഫത്ഹ വെച്ചിട്ട് പറയാ. നമ്മൾ കൈ വെച്ച് നോക്കുക, എയർ പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല അല്ലെ, എയർ പുറത്തേക്ക് പോകുന്നില്ല, എയർ പാസേജ് ഇല്ല. അപ്പൊ ഏത് സിഫത്താണ്? ജഹറാണ് അല്ലെ, അഥവാ എയർ പുറത്തേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഗൈൻ എന്താണ്? ജഹറിന്റെ അക്ഷരം. ഇനി സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ? നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് ഐന് പറയുന്ന പോലെ ഒരു കുടുസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്നാല് ഹംസ പറയുന്ന പോലെ അവിടെ കട്ടാവുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. രണ്ടും സംഭവിക്കണില്ല. നന്നായിട്ട് ഫ്ലോ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം ഗൈൻ എന്നുള്ള ലെറ്റർ എന്താണ്? ജഹറിന്റെ അക്ഷരാണ്, അഥവാ എയർ പാസേജ് ഇല്ല, എന്നാൽ എന്തുണ്ട്? സൗണ്ട് ഫ്ലോ ഉണ്ട്, സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അതാണ് ഗൈനിന്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതുവരെ പഠിച്ച അക്ഷരങ്ങളെ ഞാൻ ഫത്ഹ വെച്ചിട്ട് ഒന്നുകൂടെ പറയാം.
അതും ഈ ഗൈനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഹംസ ഫത്ഹ അ, ഹ ഫത്ഹ ഹ, ഐൻ ഫത്ഹ അ, ഹ ഫത്ഹ ഹ, ഗൈൻ ഫത്ഹ ഗ, അ ഹ അ ഹ ഗ. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെ? എന്താണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? ബാക്കി ലെറ്റേഴ്സ് ഒക്കെയും ലൈറ്റ് ആയിട്ടാണ് പറഞ്ഞത്. എന്നാൽ ഈ ലെറ്റർ പറയുമ്പോൾ കുറച്ചൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? അ ഹ അ ഹ ഗ, അ ഹ ഗ, ആ ഒരു വ്യത്യാസം. അപ്പം അഥവാ ഗൈൻ എന്നുള്ള അക്ഷരം നമ്മൾ ഇതുവരെ പഠിച്ചു. എന്താണ് ഗൈനിന്റെ സിഫത്ത്? എയർ വെച്ച് നോക്കുമ്പോൾ ഗൈൻ എന്നുള്ളത് എന്താണ്? ജഹറിന്റെ അക്ഷരാണ്. അതുപോലെ തന്നെ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഗൈന് എന്താണ്? റഹാവയുടെ അക്ഷരാണ്, അഥവാ സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഗൈന് പറയുമ്പോൾ എന്താണ്? സൗണ്ടിൽ എന്തോ ഒരു വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട് അല്ലെ? അപ്പം ബാക്കി അക്ഷരത്തിലൊന്നും ഇല്ലാത്ത എന്തോ ഒരു കാര്യം ഗൈനിൽ വന്നിട്ടുണ്ട്. അതെന്താണ് സംഭവിച്ചിട്ടുള്ളത്? അഥവാ ഗൈൻ എന്നുള്ള അക്ഷരത്തിന്റെ സൗണ്ടിന്റെ ഡയറക്ഷൻ അതിലെന്തുണ്ട്? കുറച്ച് എന്താ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അക്ഷരത്തിന് എന്താക്കി? അത് ഹെവി ആക്കി, അഥവാ ഉയർത്തി ഒരു ഘനപ്പിച്ച് പറയുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോസസ്സിന്, ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിന് പറയുന്നതാണ് എന്ത്? തഫ്ഹീം എന്ന് പറയും. അഥവാ നമ്മൾ ഒരു അക്ഷരത്തെ ഹെവിനെസ് ആയിട്ട് ഉയർത്തി ഉച്ചരിക്കുകയാണെങ്കിൽ, അതിന്റെ ഡയറക്ഷനിൽ വ്യത്യാസം വന്ന് അത് ഉയരുകയാണെങ്കിൽ, ആ സൗണ്ട് ഉയർന്ന് നിൽക്കുകയാണെങ്കിൽ, ആ പ്രോസസ്സിന്, ആ കാര്യത്തിന് പറയുന്ന പേരാണ് തഫ്ഹീം. അവിടെ സംഭവിക്കുന്ന കാര്യമാണ് എന്ത്? തഫ്ഹീം. ഈ തഫ്ഹീമായ അക്ഷരത്തിന് പറയുന്ന പേരാണ് മുഫഖം. ഇതൊന്നും കേട്ടിട്ട് ആരും ടെൻഷൻ ആവണ്ട, മനസ്സിലാകുന്നവർ മാത്രം എടുത്താൽ മതി. ഇനി ഇതൊന്നും മനസ്സിലാക്കില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എവിടെ നിന്നാണ് ഈ അക്ഷരം വരുന്നത്, ഇത് ഉയർത്തി പറയണം, ഇതൊരു ഹെവി ലെറ്റർ ആണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഈ പേരുകളും കാര്യങ്ങളും ഒന്നും ടെൻഷൻ ആകേണ്ടതില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ റെഡി ആയിക്കോളും. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പം ചിലർ ഒരുപാട് പഠിച്ചിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടാവുക, ചിലരൊന്നും പഠിക്കാതെ വന്നവരായിരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും പരിഗണിച്ചുകൊണ്ട് എന്താക്കുന്നതാണ്, എല്ലാതും പറയുന്നതാണ്. അപ്പൊ അത് മനസ്സിലാകുന്നവര് മനസ്സിലാകുന്നത് പോലെ എടുത്താൽ മതി ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. അപ്പൊ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ഒരു പ്രോസസ്സ്, ഈ സൗണ്ട്, ഈ അക്ഷരത്തിന്റെ സൗണ്ട് ഡയറക്ഷൻ നമ്മൾ മുന്നേ മനസ്സിലാക്കിയ കാര്യമാണ് എന്ത്? എയർ അഥവാ വായു സഞ്ചാരം, എയർ പാസേജ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അക്ഷരങ്ങളെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഒന്ന് ഹംസും മറ്റൊന്ന് ജഹറും. എയർ നന്നായിട്ട് പോകും, മറ്റൊന്ന് എയർ പിടിച്ചു. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കിയത് സൗണ്ടിന്റെ ഫ്ലോ, ശബ്ദത്തിന്റെ സഞ്ചാരം. സൗണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ, അതല്ല അവിടെ പിടിച്ചു വെക്കാണോ, അതല്ല ഇനി രണ്ടിന്റെ നടുവിലാണോ നോക്കിയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഷിദ, റഖാവ, ബൈനിയ അല്ലെങ്കിൽ തവസ്സുഖ്, ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു സിഫത്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റത്തെ 2 ഗ്രൂപ്പാണ് മനസ്സിലാക്കിയത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പാണ് എന്ത്? സൗണ്ടിന്റെ ഡയറക്ഷൻ അഥവാ സൗണ്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്, അതിന്റെ ഒരു ഉയർന്നിട്ട് പോവാണോ അതല്ലെങ്കിൽ അത് താഴ്ന്നിട്ട് പോവാണോ എന്നുള്ള ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് എന്താണ്? അക്ഷരങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ ജസ്റ്റ് നോക്കാം. ഈ 2 വീഡിയോവും, അഥവാ ഇതിൽ ഒന്ന് എന്താണ്? ഹെവി ലെറ്റർ അഥവാ തഫ്ഹീം ആയിട്ടുള്ള ലെറ്റർ ആണ്, മറ്റൊന്ന് ലൈറ്റ് ലെറ്റർ ആണ്, അഥവാ തർക്കീക്ക് ആയിട്ടുള്ള ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഏറോ മാർക്ക് കാണിക്കുന്നത് എന്താണ്? അതിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മളൊരു റൂമില്, ഒരു കാലിയായ റൂമില് നമ്മൾ കയറാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ഒന്നുമില്ല, ഫർണിച്ചർ ഒന്നുമില്ല, പുതിയ വീട്ടിൽ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുമില്ലാത്തൊരു റൂമിൽ കയറാണെങ്കിൽ അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ എന്ത് കേൾക്കാൻ പറ്റും? നമുക്ക് എക്കോ കേൾക്കാൻ പറ്റും. കാരണം എന്താ? അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. നമ്മളെ സൗണ്ട് ആ വോളിന് ടച്ച് ചെയ്തിട്ട് വീണ്ടും ആ റൂമിൽ തന്നെ എന്താകും? അത് എക്കോ അടിക്കും, അഥവാ ആ ഒരു എക്കോ സൗണ്ട് ഉണ്ടാവും അല്ലെ? എന്നാല് അതേ റൂമില് നമ്മൾ ഫർണിച്ചർ ഒക്കെ കൊണ്ടുവച്ചു, കുറെ ആൾക്കാരുണ്ട്, അവിടെ നമ്മൾ സംസാരിക്കുമ്പം എന്തുണ്ടാവില്ല? ആ ഒരു എക്കോ ഉണ്ടാവില്ല. സെയിം റൂമാണ്. അപ്പം അതേ കാര്യമാണ് എന്താകുന്നത് ഇവിടെ ഈ ഹെവി ലെറ്ററിലും ലൈറ്റ് ലെറ്ററിലും നടക്കുന്നത്. അഥവാ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു അക്ഷരം പറയുമ്പോൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഗൈൻ എന്നുള്ള അക്ഷരം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ്? مفتوح
أو ഇവിടെ ഗൈൻ എന്നുള്ള അക്ഷരം പറയുമ്പോൾ നമ്മുടെ സൗണ്ട് അങ്ങനെ പോയിട്ട് പിന്നെന്താ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താവുന്നുണ്ട്, അവിടുന്ന് അത് എക്കോ അഥവാ ഗൈനിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ എന്ത് സംഭവിക്കും, ആ സ്പേസിൽ അത് അവിടെ മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് എക്കോ സൗണ്ട് ആയിട്ടാണ് എന്താവുക പുറത്തേക്ക് വരാം. എന്നാൽ അങ്ങനെ സ്പേസ് ഇല്ലാത്ത, അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് എന്ത് സംഭവിക്കും, അവിടുന്ന് സൗണ്ട് ഡയറക്റ്റ് താഴോട്ടേക്ക് പോവാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ എന്താണ് സൗണ്ടിന്റെ ഡയറക്ഷൻ അത് മുകളിലേക്ക് ഉയരുന്നതും താഴോട്ടേക്ക് പോകുന്നതും പരിഗണിച്ചുകൊണ്ട് അക്ഷരത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിലൊന്ന് അൽ ഇസ്തിഅല, മറ്റൊന്ന് അൽ ഇസ്തിഫാൽ. അഥവാ ഇസ്തിഅല എന്ന് പറഞ്ഞാൽ എന്താണ്, സൗണ്ട് എന്താ നമ്മുടെ വായയുടെ റൂഫിലേക്ക്, അതിന്റെ മുകളിലേക്ക് ഉയരും. അങ്ങനെ ഉയരുന്നതാണ് എന്ത്, ഇസ്തിഅല. ഇനി ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെ നമ്മുടെ സൗണ്ട് എന്താകൂല, ആ വായുടെ റൂഫിലേക്ക് മുകളിലേക്ക് ഉയരില്ല, അത് താഴോട്ടേക്കാണ് പോവാ. അപ്പൊ നമ്മള് ഇതിനു മുമ്പ് ഓരോ അക്ഷരങ്ങൾ പഠിച്ചപ്പോൾ ഓക്കെ, മറ്റക്ഷരങ്ങളുടെ കാര്യത്തിലൊന്നും നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല, ഈ ഒരു സിഫാത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പഠിച്ചു ഒരക്ഷരത്തിന് കുറഞ്ഞത് എന്തുണ്ടാകും, 5 സിഫാത്തുകൾ ഉണ്ടാകും. കാരണം അതെന്താണ്, ഓപ്പോസിറ്റുകളാണ് അല്ലെ, ഒന്നില്ലെങ്കിൽ മറ്റൊന്നുണ്ടാകും. അപ്പൊ ഇവിടെ ഗൈൻ എന്നുള്ള അക്ഷരം നമ്മൾ പഠിച്ചു എന്താണ്, അത് ഇസ്തിഅലാന്റെ അക്ഷരമാണ്. കാരണം അതിന്റെ സൗണ്ട് എന്താകുന്നുണ്ട്, മുകളിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്, അതിന്റെ ഡയറക്ഷൻ മുകളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊന്നും എന്താവുന്നില്ല, ആ സൗണ്ട് മുകളിലേക്ക് ഡയറക്ഷനിലേക്ക് പോകുന്നില്ല അല്ലെ, അത് താഴോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളായിരിക്കും അല്ലെ. അഥവാ ഗൈന് സൗണ്ട് മുകളിലേക്ക് വരുന്നത് കൊണ്ട് അത് ഇസ്തിഅലാന്റെ അക്ഷരാണ്. എന്നാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾക്ക്, നമ്മളിപ്പോ ഇതുവരെ പഠിച്ച ബാക്കി 4 അക്ഷരങ്ങൾക്കും സൗണ്ട് എന്താവുന്നില്ല, മുകളിലേക്ക് ഉയരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ അക്ഷരങ്ങളൊക്കെ എന്തിന്റെ അക്ഷരങ്ങളായിരിക്കും, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളായിരിക്കും, അഥവാ സൗണ്ട് മുകളിലേക്ക് ഉയരാത്തതിന്റെ അക്ഷരങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ പഠിച്ച അക്ഷരങ്ങളെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ, എയർ വെച്ച് നോക്കുകയാണെങ്കിൽ ഹംസ എന്തിന്റെ അക്ഷരാണ്, ജഹറിന്റെ അക്ഷരാണ്. ഹ ഹംസിന്റെ അക്ഷരാണ്. ഐൻ ജഹറിന്റെ അക്ഷരാണ്. ഹ ഹംസിന്റെ അക്ഷരാണ്. ഗൈൻ ജഹറിന്റെ അക്ഷരാണ്. അഥവാ ഹംസ് എന്ന് പറയുമ്പോൾ എയർ പുറത്തേക്ക് പോകും, ജഹർ എന്ന് പറയുമ്പോൾ എയർ പുറത്തേക്ക് പോകും. ഇനി സൗണ്ട് ഫ്ലോ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഹംസ എന്തിന്റെ അക്ഷരാണ്, ഷിദ്ദയുടെ അക്ഷരാണ്. ഹ റഖാവയുടെ അക്ഷരാണ്. ഐൻ തവസ്സുത്തിന്റെ അക്ഷരാണ്. ഹ റഖാവയുടെ അക്ഷരാണ്. ഗൈനും റഖാവയുടെ അക്ഷരാണ്. അഥവാ റഖാവ എന്ന് പറഞ്ഞാൽ സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് പോകും, ഷിദ്ദ എന്ന് പറഞ്ഞ സൗണ്ട് അവിടെ മുറിയും, തവസ്സുത്ത് എന്ന് പറഞ്ഞാൽ രണ്ടിനും നടുവിൽ. ഇനി ഡയറക്ഷൻ ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ ഡയറക്ഷൻ അത് മുകളിലേക്ക് ഉയരുന്നുണ്ടോ അതല്ല താഴോട്ടേക്ക് പോവാണോ എന്നുള്ള ആ ഡയറക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഹംസ, ഹ, ഐൻ, ഹ ഈ 4 അക്ഷരങ്ങൾ എന്താണ്, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്. അഥവാ 4ഉം സൗണ്ട് താഴോട്ടേക്ക് പോകുന്നതാണ്. എന്നാൽ ഗൈൻ എന്നുള്ള അക്ഷരം എന്താണ്, ഇസ്തിഅലാന്റെ അക്ഷരാണ്. ഈ ഒരു പ്രോസസ്സിന് അഥവാ ഈ സൗണ്ട് മുകളിലേക്ക് ഉയരുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് തഫ്ഖീം. ഈ തഫ്ഖീം ആയിട്ടുള്ള ഈ അക്ഷരങ്ങളെ പറയുന്ന പേരാണ് മുഫഖം ലെറ്റർ, അതല്ലെങ്കിൽ ഇസ്തിഅലാന്റെ അക്ഷരം എന്നും നമുക്ക് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ സൗണ്ടിന്റെ ഡയറക്ഷന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനൽ ഹലഖെന്ന് 2 അക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേതായിട്ടുള്ള ഗൈനിനാണ് നമ്മൾ മനസ്സിലാക്കിയത്, അടുത്തത് ഖ ആണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് മനസ്സിലാക്കാം. അല്ലാഹു തആല ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും കൂടുതൽ അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. جزاكم الله خيرا، بارك الله فيكم. أقول قولي هذا، أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه الغفور الرحيم. السلام عليكم ورحمة الله وبركاته.